കേരളത്തിലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അമൃതാനന്ദമയ മഠത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ആശങ്കകൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ പലതരത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സർക്കാരിന് ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഭയമുണ്ട്? അല്ല, അന്വേഷണം എന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റേതായ നിജസ്ഥിതിയോടെ ഉന്നയിക്കപ്പെട്ടാലാണല്ലോ അന്വേഷണം നടത്താൻ പറ്റുക. ഒരു ഊഹപ്രചരണം നടക്കുന്നത് വിചാരിക്കുക, ആ ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തി എന്ത് അന്വേഷണമാണ് നടത്തുക? അതിനെപ്പറ്റി ഒരു തരത്തിലുള്ള പ്രത്യേക വിവരങ്ങളും വരുന്നില്ല. പിന്നെ ഈ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചാൽ എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? കാരണം ഒരു തെളിവുമില്ലല്ലോ. ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി എങ്ങനെയാണ് അന്വേഷണം നടത്താൻ പറ്റുക? ഇപ്പം അടുത്ത കാലത്ത് വന്നൊരു കാര്യം ആ തരത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് എങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും? പക്ഷേ ഏതാനും വർഷങ്ങൾ മുൻപ് പുസ്തകത്തിലൂടെ അവിടുത്തെ ഒരു സന്യാസിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ കാരണം പെട്ടെന്ന് പക്ഷേ CPM-ന്റെ നിലപാടിൽ എന്തോ ഒരു വല്ലായ്മ എന്താണ് ആ ഒരു പ്രശ്നം സർക്കാരിന് ഉണ്ടോ എന്നുള്ളതാണ്. അതിപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള